ഹായ് ഫ്രണ്ട്സ്, A to Z ഫാരീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി തന്നെ കുതിർത്ത് വെക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതൊരു അത്യാവശ്യത്തിന് വേണം, അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ പിന്നെ ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കൊരു 2 ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിൻ്റെ എല്ലാം അളവിൻ്റെ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ അളവ് മതിയാവും ഈ 2 സവാളയ്ക്ക്. കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. ഇത് നന്നായി ചൂട് പോയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചിട്ട് അരക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്തിരിക്കണം, എന്നാലും നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഇപ്പം നിങ്ങൾ ഗ്രീൻ പീസ് വേവ് കൂടുതലാണെങ്കിൽ ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എൻ്റെത് ഇപ്പോൾ വേഗം വേവുന്ന ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഒരു വിസിലടിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടത്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുകും 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിന്റെ ജാറിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ച അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറി കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും പൂരിക്കും ദോശക്കൊക്കെ ഒരു കോമ്പിനേഷനായ നല്ലൊരു കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.